ഞങ്ങൾ പാലക്കാട് തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്, തൃശ്ശൂരേക്ക് പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോ ഇങ്ങോട്ട് വന്ന വഴിയല്ല, വേറെ ഏതൊരു വഴിയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രാമാന്തരീക്ഷം, പാലക്കാടൻ ഗ്രാമ കാഴ്ചകൾ നോക്കിയേ. കുറെ ആട്ടും കൂട്ടം നോക്കിയേ. ഒരു കണ്ടത്തിന്റെ നടുവിലൊരു കള്ള് ഷാപ്പ്. ഈ വരുന്ന വഴിയിലൊക്കെ ഇതുപോലെ തന്നെ ഒരുപാട് കുളങ്ങൾ കണ്ടു. അതിലൊക്കെ നല്ല വെള്ളമുണ്ട്. ആ റോഡ് സ്ട്രൈറ്റ് വന്നിട്ട് ഹൈവേയിൽ ജോയിൻ ചെയ്തു. നമ്മൾ ആലത്തൂർ മണ്ഡലത്തിലെ ഏതോ ഒരു വഴിയിലൂടെ ഇപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നത്. നല്ലൊരു കാഴ്ച കിട്ടി, നല്ല രസമുള്ളൊരു ഡ്രൈവ് വേ കിട്ടി. പോകുന്ന വഴിയിൽ ഈ ലോങ് ഹൈവേയിൽ ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. സംഗമം. അവിടെ നിന്ന് ചായ കുടിച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ശരി കേട്ടാ, ഓക്കെ. ഈ പാലക്കാട് പൊരിഞ്ഞ ചൂടത്ത് റെസ്റ്റോറന്റിന്റെ ഒക്കെ മുമ്പിൽ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ ശരിക്കും ടിപ്പ് കൊടുക്കേണ്ടത് കേട്ടോ. കാരണം അമ്മാതിരി ചൂടത്താണ് അവർ നിൽക്കുന്നത്. നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ റിട്ടേൺ പോകുന്ന വഴിയിൽ വീണ്ടും കുതിരാൻ തുരങ്കത്തിൽ കയറാൻ പോകണം. ആ മല തുറന്നിട്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു തുരങ്കം ഉണ്ടാക്കിയതൊരു അത്ഭുതം തന്നെയല്ലേ. പാലക്കാട് നിന്ന് പോകുന്ന വഴിക്ക് വലിയ ചക്കയൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. കിലോയ്ക്ക് 40 രൂപ. വടക്കഞ്ചേരി ഭാഗത്തേക്ക് ടേൺ ചെയ്യണം. കാണുന്നത് എന്താണെന്നറിയോ? ഫുൾ കൂർക്കയാണ്. കൂർക്ക നട്ടേക്കാണ്. ഞാൻ പണ്ട് ചോദിച്ചത് കൂർക്ക എന്ന് പറയുന്ന ഒരു ജീവിയാണെന്നാണ് കേട്ടാ. അതിങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്ന സ്ഥലം. അത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇതാണ്. കണക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലം. അടിപൊളി പേരാണല്ലോ. ഞങ്ങൾ ഗൂഗിൾ മാപ്പിന്റെ സഹായ സഹകരണത്തോടു കൂടി വളരെ വ്യത്യസ്തമായ വഴിയിലൂടെ കോഴിക്കോട് ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുകയാണ്. ഹൈ നോക്കിയേ, തോണിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് വടക്കഞ്ചേരി പാടൂർ റോഡാണ്. നമ്മള് മെയിൻ ഹൈവേയുടെ പണി നടക്കുന്ന റൂട്ട് ഒഴിവാക്കിയിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. പാടൂര് ആലത്തൂർ റൈറ്റിലേക്ക്, പഴയന്നൂർ ലെഫ്റ്റിലേക്ക്. ഈ ഭാഗത്തൊക്കെ വീടുകളിലുള്ള ആൾക്കാരുണ്ടാവും. നല്ല സ്ഥലമാണ്. നിങ്ങളുടെ നാട്ടിലൂടെ നമ്മൾ ഇങ്ങനെ വരികയാണ്. ഇത് ആദ്യമായിട്ടാണ് ഈ ഏരിയയിലേക്കൊക്കെ വരുന്നത് കേട്ടോ. നേരെ മുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉണ്ട്. ചെറിയൊരു ഹോട്ടൽ. അവിടെ നിർത്തിക്കളയാം. ഞങ്ങള് പുറത്തുനിന്ന് അമ്മൂമ്മനെ കണ്ടത്. വെച്ചോ. ഇന്ന് ഈ ഏരിയയിൽ മീൻ വന്നിട്ടില്ല പോലും. അതുകൊണ്ട് മീൻ കറി ഇല്ല. അപ്പൊ ചേച്ചി അവർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയ ഉണക്ക മീൻ കറി കൊണ്ടുവന്നേക്കുക. താങ്ക് യു കേട്ടാ. ഫുഡ് കഴിച്ചാൽ ഇല നമ്മൾ തന്നെ എടുക്കണം. രുക്മിണി അമ്മയുടെ സുരേഷ് മകന്റെ പേരിലുള്ള റെസ്റ്റോറന്റ് നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പൊ ശരി, കുഴപ്പമില്ല. മീനില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയ കറി കൊണ്ടുവന്നല്ലോ. ഇവിടെ ഒരാളതിന്റെ ഇടയിൽ നോക്ക് മേക്കപ്പ് ചെയ്തിട്ട് വരിക. നോക്കട്ടെ, ഒറ്റക്ക് മേക്കപ്പ് ചെയ്തിട്ട് വരികയായിരുന്നാ? എല്ലാം തേച്ചിട്ടുണ്ട്. ഇപ്പൊ പൊറ്റാന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെയാണ് പോണത്. തൊട്ട് മുന്നേ കഴിഞ്ഞു പോയത് പ്ലാഴി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ ചന്തപ്പുരം എത്തി. ചന്തപ്പുരം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, ചേലക്കര, പഴയന്നൂർ. ഈ ഇങ്ങനെയുള്ള ഒരു കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന്റെ പ്രൊഡക്റ്റ് ആണ് ഞാൻ കേട്ടാ. തളിപ്പറമ്പ് അപ്ലൈഡ് സയൻസിന്റെ പ്രൊഡക്റ്റ് ആണ്. അവിടെ ലെക്ചറർ ആയിരുന്നു ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ലെവലിലാണ്. തിരുവില്ലാമല, ലക്കിടി, പാമ്പാടി എന്ന് പറയുന്നത് കോട്ടയത്തുണ്ട്. ഇത് വേറെ പാമ്പാടി. ഈ സ്ഥലമാണ് പോലും തിരുവില്ലാമല. തിരുവില്ലാമലയെ പറ്റിയിട്ടൊരു പാട്ടുണ്ടല്ലോ എവിടെയോ. തിരുവില്ലാമലയിൽ അത് പൂജിച്ചുകൊണ്ട് പഴയ ആ പാട്ട് ആലോചിച്ചിരുന്നപ്പോ വഴി തെറ്റിപ്പോയി. അതായത് ആ പാട്ടെന്ന് കിട്ടിയപ്പോഴേക്ക് തിരുവില്ലാമലയിൽ പൂജിച്ചു കൊണ്ടുവരും ഇളനീർ കുടമിന്നുടയ്ക്കും ഞാൻ, തങ്കപത്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് ഉടക്കും ഞാൻ. പാട്ട് അത് ഞാനല്ല, ഈ സ്ഥലത്തിന്റെ പേര് വെച്ചിട്ട് ആ പാട്ടുള്ള ഞാനെന്ന് ചെയ്യേണ്ടത്. ഈ മാപ്പ് കണ്ടോ? ഞാൻ ഇത്ര നേരം ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ മാപ്പ് തീരാൻ പോകുമ്പോഴാണ് ഡെസ്റ്റിനേഷൻ ശ്രദ്ധിച്ചത്. കൂത്താമ്പുള്ളി കൈത്തറി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാ പോലും പോണത്. തുണി വാങ്ങാൻ വേണ്ടിട്ടാ ഇവിടെ എന്നെ കൊണ്ടുപോണത്. ഇത് നമ്മളെ തട്ടിപ്പാക്കി കൊണ്ടുപോലെ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അവള്. ഇവിടെ എത്തുമ്പോഴാണ്, മാപ്പ് തീരുമ്പോഴാണ് ലൊക്കേഷൻ കാണിച്ചത്. നന്നായി വാങ്ങിച്ചെന്നില്ലേലും വേണ്ടില്ല, എനിക്ക് സ്ഥലം കണ്ടാൽ മതിയായിരുന്നു. സ്ഥലം കണ്ടില്ലേ? പോവാലോ. എന്നാല് ലേഡീസ് കോളേജിൽ പോയാലോ സാരിക്കടയിൽ. പിന്നെ ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? നമുക്കൊരു കല്യാണമൊക്കെ വരുന്നതല്ലേ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കി വെക്കാണ്. അപ്പൊ ഇത് നോക്കി വെക്കലാണ്, പർച്ചേസ് അല്ല. ഇന്ന് നോക്കി വെച്ചിട്ട് പിന്നെയും വരണം. വരണം, കല്യാണം എടുപ്പിച്ച് വരണം. നേരത്തെ വെച്ചേക്ക് നോക്കിയവള്
ഞാൻ കുറെ സാധനങ്ങൾ കണ്ടു, ചിലതൊക്കെ വാങ്ങി പോവാ. കഴിഞ്ഞാപ്പോ ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ അവരോട് വല്ല പ്രൊമോഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറഞ്ഞു, അനിയന്റെ കല്യാണം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്ഷയയുടെ മഹത്തായ സേവനത്തിന്റെ അടുത്ത ഒരു ഫലമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടേക്കുള്ള ഗൂഗിൾ മാപ്പ് കാണിച്ചിരുന്ന വഴിയാണ്. ഹൈവേ ആണല്ലോ ഇത്. ഇതെന്നാ ഏതോ വീട്ടിന്റെയൊക്കെ മുറ്റത്തൂടെയൊക്കെ പോകുന്നുണ്ട്. ഇത് എങ്ങോട്ടാകുമ്പോ എത്തും? അതും പകുതി റോഡേ ഉള്ളൂ, ഫുൾ റോഡും ഇല്ല. ഒരു സൈഡില് മറ്റേ കേബിൾ കുഴിയൊക്കെ കുഴിച്ചിട്ട് മൂടിയേക്കുന്ന ഒരു പാടാണുള്ളത്. ഇപ്പൊ ഓപ്പോസിറ്റ് ഓട്ടോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കഷ്ടപ്പെടും, നീ എടുത്തിട്ട് ഇങ്ങനെ വെക്കും അല്ലേ. ഏതാണ്ടൊരു തീരുമാനമായിട്ടുണ്ട്. ഇനി പോവാൻ വഴിയില്ലാണ്ടാക്കിയിട്ടോട്. അവിടുന്ന് ഒരു കണക്കിന് രക്ഷപ്പെട്ടു. ഇനി അടുത്ത റോഡ് പണി ഉണ്ടാവുമോ? ഏതോ ഒരു പ്ലാവിന്റെ ചോട്ടിലൂടെയൊക്കെയാ പോണേ. കുറെ പ്ലാവിന്റെ ചപ്പുണ്ട്. ആ ടി ജംഗ്ഷൻ മാപ്പ് നോക്ക്. കുറുമ്പേശ്ശേരി സഹായം കിഴക്കുമുറി വന്ന് കണിയാർക്കോട്. ഏതാ വഴി? ടി ജംഗ്ഷൻ അല്ലായിരുന്നു സാർ? സോറി ആയിട്ട് വീഡിയോ എടുക്കുന്നുണ്ടല്ലേ എന്റെ തെറി വിളിക്കാത്തത്? നീ അതുകൊണ്ടായിരിക്കും ഫുൾ ടൈം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അതെ. സീമക്കൊന്നകളും കണിക്കൊന്നകളും അതിരിട്ടു നിൽക്കുന്ന വഴിയരികിലൂടെ ഞങ്ങൾ കോഴിക്കോട് ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് ഇനി ഏതോ ഒരു സ്ഥലത്താണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിശാലമായ പാടം, അതിന്റെ നടുവിലൂടെ ഒരു ഓട്ടോ, അതൊക്കെ ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. NH ഹൈവേ എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് എന്നാണ് അക്ഷയ ചിന്തിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റോഡ് അവൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നാഷണൽ ഹൈവേ അല്ല, ഇത് നാട്ടുവഴികളാണ് സാർ. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവസാനം നമ്മളൊരു മെയിൻ റോഡിലേക്ക് ജോയിൻ ചെയ്യുന്ന അസുലഭ സുന്ദര സുരഭില മുഹൂർത്തത്തിന് നമ്മൾ ഇവിടെ സാക്ഷിയാവുകയാണ്. നല്ല റോഡിലേക്ക് അവൾ എത്തിച്ചു. ഗൂഗിൾ മാപ്പ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. അല്ലാ, നേരത്തെ വന്ന അതേ വഴിയിലാണ് വീണ്ടും വരുന്നത്. തിരുവില്ലാമല വീണ്ടും വന്നിട്ടുണ്ട്. എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ നമ്മൾ പാലക്കാട് നിന്ന് തിരിച്ചെത്തോടെ ഇനി അങ്ങോട്ടുള്ളതാണ് കേട്ടത്. ഇവിടെ എന്തോ ഒരു വലിയ ഉത്സവോ സംതിങ് വരുന്നുണ്ട്. അതിന്റെ മറ്റേ കമാനം റെഡി ആകുന്നുണ്ട്. ചിലപ്പോ ഭാരതപ്പുഴ ആണോ? നല്ല ഇതുണ്ടല്ലോ, നീളമുണ്ടല്ലോ ഇതിന് മൊത്തം. വലിയ പുഴ. റെയിൽവേ ക്രോസും ഉണ്ട്. അപ്പൊ ഭാരതപ്പുഴ തന്നെ ആയിരിക്കും. ആണല്ലേ? ഓക്കെ. അപ്പൊ തന്നെ ആ സംശയം ക്ലിയർ ചെയ്ത്. ഭാരതപ്പുഴയുടെ കരയിലൂടെ തീവണ്ടി വരുന്ന പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. MMP എന്ന് പറയുന്ന ഒരു ബസ് തൊട്ട് മുമ്പ് പോയി, ഒരു നീല ബസ്. ഇപ്പൊ വീണ്ടും ഒരു ചുവന്ന ബസ് പോകുന്നു. ഒരു വലിയ ടീമാണ്. ഒറ്റപ്പാലം ലെഫ്റ്റിലോട്ട്, പാലക്കാട് റൈറ്റിലോട്ട്. അയ്യോ, ഇനി പാലക്കാടേക്കാണുള്ള വഴി കാണിക്കുന്നത്. അപ്പൊ നമ്മള് പാലക്കാടേക്കാണ് നീ മാപ്പ് ഇട്ടേക്കുന്നത്. സത്യം പറയാൻ നോക്കിയേ സഹോദരി, നമുക്ക് കോഴിക്കോടേക്കാണ് പോകേണ്ടത്. നിന്റെ മാപ്പ് പ്രകാരം ഇത് വീണ്ടും പാലക്കാടേക്കാണ് കാണിക്കുന്നത്. നമ്മൾ പുറപ്പെട്ടെടുത്ത് തന്നെ തിരിച്ചെത്തിയിട്ട് ഭൂമി ഉണ്ടെന്നാണെന്ന് തെളിയിക്കുക. നമ്മൾ മെഗല്ലമല്ല ഇപ്പോ. മംഗലപാലയിൽ ഗന്ധർവനണയുകയായി വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂമണമൊഴുകി. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു സൈഡില് ചെങ്കുത്തായ പാറ മലനിരകൾ ഇങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഇതുവരെ കേട്ടുകേൾവി മാത്രമുള്ള ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട്, ചെർപ്പളശ്ശേരി. നന്നായി. തിരക്കൊന്നുമില്ലടാ, ഇൻഡിക്കേറ്റർ ഒന്നും വേണ്ടടാ, നീ അങ്ങോട്ട് പൊക്കോ. നിന്റെ മാമന്റെ റോഡാണല്ലോ. അവന് എങ്ങോട്ടാ പോണ്ടെന്ന് തന്നെ അവനൊരു ധാരണയില്ല. അവൻ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇൻഡിക്കേറ്ററും ഇല്ല. ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ ഇടുവോ ഇല്ല. നേരെ റോഡിലിരുന്നിട്ട് വട്ടം വരക്കാണ്. ഒരു മജ അങ്ങ് തീർന്നു കിട്ടി. ചെർപ്പളശ്ശേരി കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയതായിരുന്നു. ചെർപ്പളശ്ശേരിനെ പോഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെർപ്പളശ്ശേരി എടുത്ത് തോന്നിയ ദിവസം കാണിക്കണത്. ഇത് ചെർപ്പളശ്ശേരി ബസ് സ്റ്റാൻഡ് ആയിരിക്കണം. അപ്പുറത്തൊക്കെ ബസ് ഇറങ്ങി ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റാൻഡ്. എന്തൊക്കെയോ കൊത്തുപണികളുള്ള ഒരു വലിയൊരു വാളിന്റെ സൈഡിലൂടെ പോവാണ്. എന്താ സംഭവം മനസ്സിലായില്ല. ചെർപ്പളശ്ശേരിന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞപ്പോ കാണുന്നതാണ് സ്കൂളാണ്. ആ സ്കൂളിന്റെ മതിലാണ് കേട്ടോ അത്. വരുന്ന വഴിയില് മുഴുവൻ ആനപ്രേമികൾ ഒരുപാടുണ്ട് തോന്നുന്നു. ആനകളുടെ ചിത്രങ്ങളിലെ ഫ്ലക്സുകൾ ഒരുപാട് കണ്ട്. തൂത എന്ന് പറയുന്ന സ്ഥലത്തൂടെ പോണേ. ഇത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു കമാനം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് LED ബൾബൊക്കെ ആയിരിക്കും അല്ലേ?
എനിക്ക് തോന്നുന്നു എന്തോ വേലയോ പൂരോ അങ്ങനെ എന്തോ വരുന്നുണ്ട്. തൂതപ്പൂരം 2024 നാഗത്തറ മേളം, ഒരു ആനേനൊക്കെ കാണും. അതൊക്കെ വരുന്നുണ്ട്. ഇതാണ് തൂതപ്പുഴ. അപ്പൊ നമ്മള് പെരിന്തൽമണ്ണ എത്തിയപ്പോ ഖത്തറിലെ ഒരു സ്ഥാപനം കാണുകയാണ്, നമ്മുടെ ടീ ടൈമിന്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിന്റെ മുന്നിലൂടെ പോണേ. നല്ല രസമുണ്ട്. അവിടെ ഒരു ബസ് പോലെയൊക്കെ സെറ്റ് ആക്കിയിട്ടാണ്. അല്ല, പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ മലപ്പുറം അല്ലേ? അപ്പൊ നമ്മള് മലപ്പുറത്ത് എത്തിയാ? നമ്മള് പോകുന്നത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഏത് വഴിയാണ്? ഇതെന്തിനാ ഇപ്പൊ മലപ്പുറത്തൊക്കെ നമ്മളിത് പെരിന്തൽമണ്ണ വഴി അങ്ങോട്ട് കയറുന്നത്? ഞാൻ പറയില്ല, നമ്മള് നാഷണൽ ഹൈവേ 66 ഒഴിവാക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. സംസ്ഥാനം മാറുമോ ഇതിനിടയില്? ഇനിയിപ്പോ ബോർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമിഴ്നാട്ടിലെല്ലാം പോയിട്ട് വരുമോ? അങ്ങനെ ആഗോള നഗരങ്ങളൊക്കെ ചുറ്റി ഞങ്ങളിപ്പോ ഫറൂഖിലെത്തി, കോഴിക്കോടെത്തി. മറ്റേ രാമനാട്ടുകാരെയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഫറൂഖ് പാലം ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ആ ഹോട്ടലൊന്നും എത്തിക്കഴിഞ്ഞാൽ സമാധാനമായി. 12 കിലോമീറ്റർ ഇനിയുണ്ട്, 28 മിനിറ്റും ബാക്കിയുണ്ട്. ഉച്ചക്ക് 2 മണിക്ക് എത്താനിരുന്ന ഞാനാ, അതാണ് ഇവളിപ്പോ വൈകുന്നേരം 7 മണിയാക്കി മാറ്റിയേക്കുന്നത്. 6:20. അപ്പോ അതും പറയുന്നത്. ഫൈനലി ഞങ്ങള് കോഴിക്കോട് ബീച്ചിലെത്തി. ബീച്ചില് ഒരുപാട് പേര് കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അപ്പോ ദേശീയപാത ഒഴിവാക്കിക്കൊണ്ട് കോഴിക്കോട് എത്തിക്കാമെന്നുള്ള എന്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. ഒരു ദേശീയപാതയും കണ്ടിട്ടില്ല, മറിച്ച് ഇവള് കൊണ്ടുപോയത് മുഴുവൻ ഒരാളും ഇല്ലാത്ത വഴിയായിരിക്കും, ഒന്നുകിൽ അല്ലെങ്കിൽ വല്ല നാട്ടുവഴിയായിരിക്കും, അതും അല്ലെങ്കിൽ നല്ല ബ്ലോക്കുള്ള വഴിയായിരിക്കും. അങ്ങനെയുള്ള കുറെ വഴികളിലൂടെ അലഞ്ഞു തിരിഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മള് CQനിൽ വന്നപ്പോഴും ഇവിടെ ഈ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ വരുമ്പോഴും അതേപോലെ. ഇത് സ്ഥിരമായിട്ടുള്ളതാണോ അല്ല ഓരോ സീസണിൽ വരുന്നതാണോ? കോഴിക്കോട് ബീച്ച് ഫെസ്റ്റ് പ്രവേശനം സൗജന്യം. അത് കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നു. ഫൈനലി നമ്മളങ്ങനെ ഹോട്ടലിലെത്തി. ഞങ്ങളുടെ അവൈലബിൾ സെലിബ്രിറ്റിയെ കാണാൻ വന്നതാണ്, സീനു. ഹലോ 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 ഫുൾ താരങ്ങളാണല്ലോ ഇവിടെ. ഞാൻ നിങ്ങളെ കാണാനായിട്ട് വന്നതാ. ഞങ്ങള് അവിടുന്ന് വ്ളോഗ് ചെയ്ത് വരുമ്പോഴേ ഷീജ ചേച്ചിയും മനുച്ചേട്ടനും ഇവിടെ ഉണ്ട്, രണ്ടുപേരും കാണാനായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് വന്നതാ. അപ്പൊ നിങ്ങളെ കാണിക്കട്ടെ ഞാന്. അപ്പൊ അങ്ങനെ വന്നതാ. നമ്മള് വലിയൊരു ട്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ഈ കറങ്ങുന്ന സാധനത്തിന്റെ മേലെ മൊത്തം സാധനമായിരുന്നു കേട്ടാ. എല്ലാം കഴിഞ്ഞിട്ടിരിക്കുക നമ്മള്. ഭാവിയിലെ അഡ്വക്കേറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഉറപ്പായിട്ടും കോഴിക്കോട് വരുമ്പോ റീൽ സുന്ദരിനെ നമ്മളെപ്പോഴും കാണും. അവളിപ്പോഴും അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. മുങ്ങി. ഈ CQ ഹോട്ടലിന്റെ ബാക്കിലെ ആ ഒരു സ്ട്രീറ്റിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ഷേവ് ചെയ്യാനുള്ള പ്ലാനിൽ ഈ PT ഉഷ റോഡിലൂടെയും ചെറുട്ടി റോഡിലൂടെ ഒക്കെ നടക്കുകയായിരുന്നു. 9:30 സമയമാകുമ്പോഴേക്കും എല്ലാം ക്ലോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയത്തും ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ പർച്ചേസിനൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഫാമിലീസൊക്കെ ആയിട്ട് ഒരുപാട് പേരെ കാണാനുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. ഞാൻ സംഭവം വണ്ടി കയറിയിട്ട് പറയാം. ഞാൻ ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞിട്ട് ലാസ്റ്റ് പൂട്ടി ഒരു ഷോപ്പിലെ ചേട്ടനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു ഹിന്ദിക്കാരൻ എനിക്ക് ഷേവ് ചെയ്ത് തന്നിട്ട് ഞാൻ വന്നേക്കാണ്. അപ്പൊ ഇന്ന് ഈ നടത്തത്തിനിടയിൽ എനിക്കൊരു വലിയൊരു പാഠം മനസ്സിലായി. അതായത് ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റ്, ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉള്ള ബ്രാൻഡഡ് പർച്ചേസിന് വേണ്ടിയിട്ട് ആളുകൾ വരുന്ന സ്ഥലത്ത് നമ്മൾ നാടൻ മുണ്ടും വള്ളി ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ചിലപ്പോൾ ഉണ്ടായേക്കാം. എനിക്കുണ്ടായത് ബാഡാണോ അല്ല പോസിറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. അതായത് ഞാൻ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം തപ്പിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. ഞാനിങ്ങനെ നടക്കുന്ന ഇതെല്ലാം ഇവിടെയുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. കുറെ പേരോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ളവരെല്ലാം അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ എല്ലാം വില കൂടിയത് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്. അതായത് വളരെ സിമ്പിൾ വേഷം ധരിച്ചിട്ട് നടക്കുന്ന ആളുകൾക്ക് പറ്റുന്നതൊന്നല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉള്ളതെന്നുള്ളൊരു ചിന്ത. ഇപ്പോൾ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ, ഒരു ബ്രാൻഡഡ് ഷോപ്പിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേഷത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കാര്യമായിട്ട് പരിഗണിച്ചു എന്ന് വരില്ല. മറിച്ച് നമ്മൾ ഒരു കെട്ടിലും മട്ടിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ട്രീറ്റും കിട്ടും. പക്ഷെ ചിലപ്പോൾ മറ്റേയാളായിരിക്കും കൂടുതൽ പർച്ചേസ് ചെയ്യുക. അതുകൊണ്ട് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയാറില്ലേ. വേഷം നോക്കിയിട്ട് ആളുകളെ വിലയിരുത്തരുത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് തീരെ വിലയിരുത്തരുത് എന്നുള്ള ഒരു കാര്യം പറയാനാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി. എനിക്കതിൽ വിഷമമൊന്നുമില്ല, നമുക്കൊരു സന്തോഷമേ ഉള്ളൂ. ഞാൻ ചിരിച്ചു വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതന്നെ, ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.